ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കൂ നയം അഥവാ ആക്ട് ഈസ്റ്റ് പോളിസി ഇന്ന് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയതും വളരെ സുന്ദരവുമായ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യ മണ്ണിൽ ലഭിച്ച ആ വലിയ രാജകീയ സ്വീകരണം. നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടു കാണും അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് പ്രധാനമന്ത്രിയുടെ വിമാനം ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ആ നിമിഷം മുതൽക്കേ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അദ്ദേഹത്തിന്റെ വിമാനത്തിന് ഇരുവശത്തുമായി ഔദ്യോഗിക അകമ്പടി സേവിക്കാൻ എത്തിച്ചേർന്നു. ഒരു രാജ്യത്തിന്റെ തലവന് മറ്റൊരു രാജ്യം നൽകുന്ന പരമോന്നത ബഹുമാനത്തിന്റെ പ്രതീകമാണിത്. കേവലം ഒരു ഔപചാരിക ചടങ്ങിനപ്പുറം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ഈ ഒരൊറ്റ ദൃശ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സന്ദർശനം വെറും ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. മറിച്ച് ഏഷ്യ പസഫിക് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന രണ്ട് സുപ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള ചരിത്രപരമായ ഒരു വേദിയായിരുന്നു അത്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ ലോകം അംഗീകരിക്കുന്നതിന്റെയും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നതിന്റെയും കൃത്യമായ തെളിവ് കൂടിയാണ് ഈ യാത്ര. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഈ സൗഹൃദം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇതിന് കൃത്യമായ ചരിത്ര വേരുകളുണ്ട്. 1950-കളിൽ അതായത് ഇരു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്തോനേഷ്യയുടെ സ്ഥാപക നേതാവും പ്രസിഡന്റുമായിരുന്ന സുകാർണോയും ചേർന്നാണ് ഈ ഉഭയകക്ഷി പങ്കാളിത്തത്തിന് തറക്കല്ലിടുന്നത് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം അതായത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് രൂപീകരണത്തിലും ഈ രണ്ട് നേതാക്കളും ഒന്നിച്ച് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ചരിത്രമാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ആ പഴയ സാംസ്കാരിക സൗഹൃദത്തിൽ നിന്നും ഇരു രാജ്യങ്ങളും ഇന്നൊരു തന്ത്രപ്രധാന സൈനിക പങ്കാളിത്തത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബ്രിക്സ് പോലുള്ള വലിയ അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സമീപകാലത്തായി ഇന്ത്യൻ മണ്ണിലും ഇന്തോനേഷ്യൻ മണ്ണിലുമായി നടന്ന ഉയർന്ന തലത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ ബന്ധത്തിന് കൂടുതൽ വേഗത പകർന്നു. ചരിത്രപരമായ ആ സൗഹൃദത്തിന്റെ ആധുനിക രൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതിരോധ നയതന്ത്രം എന്നുകൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയണം. ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ച രണ്ട് കരാറുകൾ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക തീരുമാനം തന്നെയാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയാർന്നതുമായ മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ്. അത് വാങ്ങാനാണ് ഇന്തോനേഷ്യ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഏകദേശം 200 ദശലക്ഷം US$, ഏകദേശം 1600 കോടിയിലധികം ഇന്ത്യൻ രൂപ ചെലവഴിച്ചാണ് ഇന്തോനേഷ്യ രണ്ട് ബ്രഹ്മാസ് മിസൈൽ ബാറ്ററികൾ സ്വന്തമാക്കുന്നത്. സാങ്കേതികമായി പറഞ്ഞ ഒരു ബ്രഹ്മൈസ് മിസൈൽ ബാറ്ററിയിൽ ആകെ 4 ലോഞ്ചറുകളും ഉടനടി തൊടുക്കാൻ പാകത്തിലുള്ള 12 മിസൈലുകളും അടങ്ങിയിട്ടുണ്ട്. ഇതനുസരിച്ച് രണ്ട് ബാറ്ററികളിലായി ആകെ 24 ബ്രഹ്മോസ് മിസൈലുകൾ ഇന്തോനേഷ്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകും. അത് അവരുടെ നാവിക തീരദേശ പ്രതിരോധ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യ ബ്രഹ്മോസ് തന്നെ തിരഞ്ഞെടുത്തത്? കാരണം അതിന്റെ അസാധാരണമായ കാര്യക്ഷമതയും കുറഞ്ഞ ചെലവും തന്നെയാണ് കേട്ടോ. പണത്തിന് ഈടായ മിസൈലുകൾ ലോകത്തിൽ തന്നെ ഒന്നാമതാണ് ബ്രഹ്മോസ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻകാല പ്രതിരോധ പരീക്ഷണങ്ങളിലൂടെ ഇതിന്റെ ശക്തി തെളിയിക്കപ്പെട്ടതുമാണ്. ഇതിൽ പ്രധാനമായ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. സാധാരണയായി അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ പോലുള്ള പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവർ ഒട്ടനവധി രാഷ്ട്രീയ നിബന്ധനകളും നിയന്ത്രണങ്ങളും മുന്നോട്ട് വെക്കാറുണ്ട്. ആ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലോ വിദേശ നയങ്ങളിലോ ഇടപെടാൻ ആയുധ കരാറുകളെ അവർ ആയുധമാക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുമ്പോൾ അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയില്ല. ഇന്ത്യ വിശ്വസ്തനും സുസ്ഥിരവുമായ ഒരു പങ്കാളിയാണെന്ന് ഇന്തോനേഷ്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ട് മികച്ച സൗഹൃദം ഇന്തോനേഷ്യ ഇന്ന് സൂക്ഷിക്കുന്നത്. ബ്രഹ്മോസ് കരാർ അവിടെ നിൽക്കട്ടെ. ഈ കരാറിനേക്കാൾ ഒരുപക്ഷെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് രണ്ടാമത്തെ കരാർ കേട്ടോ. അത് ഇന്തോനേഷ്യൻ വ്യോമസേനയ്ക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ വാങ്ങാനുള്ള കരാറാണ്. അസ്ത്ര എന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു തദ്ദേശീയ മിസൈൽ സംവിധാനമാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ നൂർ എന്ന സൈനിക അഭ്യാസത്തിലൂടെ ഇതിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് ഇന്ത്യ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈന ഉയർത്തുന്ന വലിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്തോനേഷ്യക്ക് ഈ മിസൈലുകൾ അത്യാവശ്യമാണ്. നിലവിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആസ്തികൾ സ്വന്തമാക്കിക്കൊണ്ട് തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇന്തോനേഷ്യ. ഈ റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകൾ കൂടി ഘടിപ്പിക്കുന്നതോടെ അവരുടെ ആക്രമണ പ്രതിരോധ ശേഷി ഇരട്ടിയാകും. ഇന്ത്യയുടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയിലുള്ള അന്താരാഷ്ട്ര വിശ്വാസത്തിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഈ കരാർ. വരും ദിവസങ്ങളിൽ മറ്റു രാജ്യങ്ങളും അസ്ത്ര മിസൈലുകൾക്കായി ഇന്ത്യയെ സമീപിക്കാൻ ഇത് കാരണമാകാനുള്ള സാധ്യതയും നമുക്കിവിടെ കാണാം. ഇനി പറയാനുള്ളത് ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചും മലാക്ക കടലിടുക്കിനെ കുറിച്ചുമാണ്. അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കേവലം ആയുധ കച്ചവടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ.
ഭൗമരാഷ്ട്രീയപരമായി ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലാക്ക കടലിടുക്കിലുള്ള സാമ്പാങ് തുറമുഖം. ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി വികസിപ്പിക്കാൻ തീരുമാനിച്ച തുറമുഖമാണിത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദ്രപാതയാണ് മലാക്ക കടലിടുക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഈ കപ്പൽ ചാലിലൂടെയാണ് ചൈനയുടെ ആകെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ 70 മുതൽ 80% വരെ കടന്നു പോകുന്നത്. ചൈനയിലേക്കുള്ള ഇന്ധന ഇറക്കുമതിയുടെ പ്രധാന പങ്കും ഈ വഴിയിലൂടെയാണ് വരുന്നത്. ഇത്തരമൊരു നിർണായക ചാനലിൽ സ്ഥിതി ചെയ്യുന്ന സഭാങ്ക് തുറമുഖ വികസനത്തിൽ ഇന്ത്യ പങ്കാളിയാകുന്നത് ചൈനീസ് തന്ത്രജ്ഞയുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇതിനകം തന്നെ ഈ പ്രദേശത്തിന് കാവലായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം സാമ്പാങ് തുറമുഖം കൂടി ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ വികസിക്കുന്നതോടെ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന സൈനിക സ്വാധീനം വലിയ തോതിൽ വർദ്ധിക്കും. ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രാദേശിക തർക്കങ്ങൾ ഉണ്ടായാൽ പോലും ഈ പ്രദേശത്ത് നിർണായകമായി ഇടപെടലുകൾ നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇതിനു പുറമെ ഇന്തോനേഷ്യയിലെ 1000 വർഷം പഴക്കമുള്ള യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ പരമാനന്ദ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ പങ്കാളിയാകുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക നയതന്ത്രത്തെയും കൂടുതൽ ശക്തമാക്കുന്നു. ഇന്ത്യൻ വിദേശ നയത്തിന് ഇന്തോനേഷ്യയിൽ ഇത്ര വലിയ വിജയം കൊയ്യാൻ സാധിച്ചതിന്റെ പിന്നിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ വ്യക്തമായ ഇന്ത്യൻ അനുകൂല നിലപാടുണ്ട്. നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഇന്ത്യക്കെതിരെയുള്ള വികാരം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്തോനേഷ്യ നേരെ തിരിച്ചാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ ഭരണ നയങ്ങളെ പരസ്യമായി പ്രശംസിക്കുകയും അദ്ദേഹത്തിനെ ഒരു വലിയ അനുഗാമിയാണ് താന് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ ഇന്ത്യൻ നേതൃത്വത്തോട് അവർ വലിയ ബഹുമാനമാണ് പുലർത്തുന്നത്. ഇറ്റലിയിൽ ജോർജിയ മെലോണിയെ പോലെ ഇന്ത്യയോട് കടുത്ത അനുഭാവം പുലർത്തുന്ന നേതാക്കൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് പോകാറുണ്ട്. കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോയോ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപോ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ നയതന്ത്ര തടസ്സങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമ്പൂർണ്ണ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്താവുന്നതാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച പോലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ രാജ്യം നേരിടുമ്പോഴും പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഒരു പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കുന്നത്. ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനും പിന്നാലെ ഇന്തോനേഷ്യയും ഇന്ത്യയുടെ വലിയ പ്രതിരോധ പങ്കാളിയാകുന്നതോടെ അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ആഗോളതലത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും. ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ശക്തമായ കൂട്ടുകെട്ട് വരും ദശാബ്ദങ്ങളിൽ ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് എന്ത് തന്നെയായാലും കമന്റിൽ എഴുതുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.